ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് രാധിക. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമല്ലേ? പല പല ഒക്കേഷൻസിന് പല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ അങ്ങനെയുള്ള ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനും കാണിക്കാനും പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഓൺലൈനിൽ ഫാബ്രിക്സ് മേടിക്കാം. ഞാൻ താമസിക്കുന്ന കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലുള്ള പല ഷോപ്സ്, ബുട്ടീക്സ് അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഫാഷനെക്കുറിച്ച് സംസാരിക്കാം. ചെരുപ്പ്, ബാഗുകൾ, ജ്വല്ലറീസ്, ഡിഫറെൻറ്റ് ഫാബ്രിക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാനലിൽ കൂടെ സംസാരിക്കാം. നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ, വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു സിമ്പിൾ പട്ടുപാവാടയായിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് 2 കുട്ടികളാണ്, ട്വിൻസാണ്, 9 years ആയി. അവർക്ക് വിഷുവിനായിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു സിമ്പിൾ പട്ടുപാവാട ആണ് ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കാൻ പോണത്. വലിയ പുതുമയൊന്നുമില്ല, പട്ടുപാവാടയാണ്. ഫാബ്രിക്കിൽ മാത്രം ചെറിയൊരു പുതുമയുണ്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എനിക്കിത് ഷീമാട്ടിയിൽ ഒരു ദിവസം ചെന്നപ്പോൾ കിട്ടിയ ഒരു ഗോൾഡ് കളർ, ഗോൾഡ് നെറ്റാണ്, പക്ഷേ ഒരു ഓർഗൻസ ടെക്സ്ചറൊക്കെ ഉണ്ട്. ഗോൾഡ് ഓർഗൻസ അല്ലെങ്കിൽ നെറ്റായിട്ടുള്ളൊരു ഫാബ്രിക്. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ ബോർഡറാണ്. നല്ല വീതിയുള്ള ബോർഡറാണ്. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് അത് ഈ വീഡിയോ തന്നെ പറയാം. റങ് കട്ട് ഡിസൈൻ എന്ന് പറഞ്ഞ സാരീസ് ഉണ്ട്, പട്ട് സാരികളിൽ, സിൽക്ക് സാരീസ്. റങ് കട്ട് പാറ്റേൺ, അതായത് ഇങ്ങനെ മൾട്ടി കളർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ബോർഡറാണ്, റങ് കട്ട് ബോർഡറാണ് ഇതിന് കൊടുത്തേക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി എന്താ പറയുക, ഫാബ്രിക് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്നിട്ട് സിമ്പിളായിട്ടുള്ള പട്ടുപാവാടയാണ്, പക്ഷേ വെറൈറ്റി ഫാബ്രിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നു വിചാരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ 2 കുട്ടികളുണ്ട്, എനിക്ക് 8-9 വയസ്സുള്ള 2 കുട്ടികൾ, അവർക്കായിട്ടുള്ള പട്ടുപാവാട. ഓക്കെ, ഇതിൻ്റെ താഴെ ഞാൻ ഇത് നെറ്റ് പോലെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലേസിങ് ഉള്ള ഫാബ്രിക് തന്നെ വേണം. അതുകൊണ്ട് ഗോൾഡ് സാറ്റിനാണ് എടുത്തേക്കണത് ലൈനിങ്ങിനായിട്ട്. കോട്ടൺ ഒന്നും ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഗോൾഡ് സാറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറേ കളേഴ്സ് വിചാരിച്ചു, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, വിഷു ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് യെല്ലോ ആണ് ഏറ്റവും ഇഷ്ടമായത്. സോ ഞാനൊരു യെല്ലോ സിൽക്കിൻ്റെ ഫാബ്രിക് മേടിച്ചിട്ടുണ്ട് ബ്ലൗസിനായിട്ട്. ഇതിൻ്റെ സ്ലീവ്സ് ഇതേ റങ് കട്ട് ബോർഡർ വെച്ചിട്ട് സ്ലീവ്സും കൊടുക്കണം എന്നാണ് വിചാരിക്കണേ. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തതെന്ന്. റങ് കട്ട് ഡിസൈനാണ് കണ്ടതിൽ, മൾട്ടി കളേഴ്സ് വരുന്നത്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ. അപ്പം റങ് കട്ട് സാരീസ് ഉണ്ട്, ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിൽ റെഫറൻസ് ആയിട്ട് വെക്കാം കേട്ടോ. ഓക്കെ, ആ സാരിയുടെ ഒരു ചെറിയൊരു ഐഡിയ, അല്ലെങ്കിൽ ആ മോഡൽ പോലത്തെ ഒരു പട്ടുപാവാട. ഇതിന് ഏത് ബ്ലൗസ് വേണമെന്നുള്ളത് കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം എല്ലാ കളേഴ്സും നല്ലതാണ്, പിങ്കും ഗ്രീനും ബ്ലൂവും ഓറഞ്ചും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എല്ലാ കളേഴ്സും വെച്ച് നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടമായത് ഈ യെല്ലോ, ഒരു ഓറഞ്ചിഷ് യെല്ലോ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അങ്ങനെ അത് ഞാനൊരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. 2 പേർക്കും കൂടി ബ്ലൗസ് തയ്ക്കാൻ ഏകദേശം 1.5 മീറ്ററാണ് ഞാൻ എടുത്തത്. ഈ ഓർഗൻസ ഫാബ്രിക് ഞാൻ പ്ലീറ്റഡ് സ്കേർട്ടാണ്, പ്ലീറ്റഡ് ആയിട്ടുള്ള പട്ടുപാവാട. എല്ലാ പട്ടുപാവാടയും പ്ലീറ്റഡ് ആയിരിക്കും മോസ്റ്റ്ലി, പക്ഷേ ഇതിൻ്റെ താഴത്തെ വീതിയുള്ള ബോർഡറും ഞാൻ സ്റ്റീം അയൺ ചെയ്തിട്ട് ആ പ്ലീറ്റ്സിനെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ പോവാണ്. പട്ടുപാവാടയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം മൊത്തം 6 മീറ്റർ ഫാബ്രിക്കാണ് മേടിച്ചത്. 2 പേർക്കും കൂടി, ഒരാൾക്ക് 3 മീറ്റേഴ്സ്. ശരിക്കും 6.5 അല്ലെങ്കിൽ ഒരാൾക്ക് 3.5 മീറ്റർ ഫാബ്രിക് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. കുറേയും കൂടി പ്ലീറ്റ്സ് ഉണ്ടാവും, കുറേയും കൂടി നല്ല പഫി ആയിട്ട് നിൽക്കും. പക്ഷേ ഇതിപ്പോൾ ഞാൻ അന്ന് പെട്ടെന്ന് 6 മീറ്ററേ മേടിച്ചുള്ളൂ. എന്നാലും 3/4 ഇഞ്ച് വെച്ചിട്ടുള്ള പ്ലീറ്റ്സ് വെച്ചിട്ട് ഏകദേശം അത്യാവശ്യം ഒരു 32 പ്ലീറ്റ്സ് ആണെന്നാണ് ഞാൻ എടുത്തത്. 32 പ്ലീറ്റ്, 3/4 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ്.
അങ്ങനെ കുട്ടികളുടെ പട്ടുപാവാട റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവരെ ഇടിച്ചിട്ട് കാണിച്ചു തരാം. സ്ലീവ്സിന് ഞാനിതിൻ്റെ ബോർഡർ കൊടുത്തു, പക്ഷെ അവരിട്ട് കഴിയുമ്പോൾ ഇനി ഇത് എന്താ പറയുക, ഇങ്ങനെ കുത്തിക്കൊള്ളണമെന്നൊക്കെ പറയുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. എന്തായാലും ഇട്ടൊന്ന് കാണട്ടെ. ഓക്കെ, പ്ലീറ്റഡ് ആയിട്ടാണ് സ്കേർട്ട് ചെയ്തേക്കണത്. അയൺ ചെയ്ത് പ്ലീറ്റ്സ് ഉണ്ടാക്കിയിട്ട് പ്ലീറ്റഡ് സ്കേർട്ടാണ്. ഓക്കെ, നമ്മുടെ സ്കേർട്ടിലെ 3 ലെയർ ഉണ്ടല്ലോ. അതായത് ഇത് ഫസ്റ്റ് ലെയർ, പിന്നെ ഒരു സാറ്റൻ ലൈനിങ്, പിന്നെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുള്ള ഒരു ലൈനിങ്. ഈ ഇത്രയും ലൈനിങ്സ് ഉള്ളതുകൊണ്ടാണ് സ്കേർട്ട് ഇത്രയും ഫ്ലെയർ ആയിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ പട്ടുപാവാടയാണ് ശരിക്കും, പക്ഷെ ആ സിമ്പിൾ പട്ടുപാവാടേനെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്, ഇത്രയും ലെയേഴ്സ് ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് ഇത്രയും ഇങ്ങനെ എന്താ പറയുക പഫി ആയിട്ടിരിക്കണത്. അപ്പോൾ ഇതൊരു വിഷുവിന് വേണ്ടിയിട്ട് ചെയ്ത സിമ്പിൾ ഒരു പട്ടുപാവാടയും ബ്ലൗസാണ്. നമുക്കിനി എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ